എല്ലാവരും സൗഖ്യമാ. ഞാനിന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഡ്രഗ്സ് ഓവർഡോസ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ്. അതായത് നമ്മളെ ബ്രെയിൻ നമുക്ക് സമ്മാനിച്ചൊരു നാച്ചുറൽ റിവാർഡ് സിസ്റ്റം. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക, ഇൻ്റലിജൻറ്റ് തോട്ട്, ഒരു കാര്യത്തിൽ ഡിസിഷൻ മേക്ക് ചെയ്യുക, മെമ്മറി, അതായത് നമ്മളെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്. പിന്നെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് പറയും മെൻ്റൽ തിങ്കിങ്ങിന്. നമുക്ക് ബ്രെയിൻ സമ്മാനിച്ച് തന്നിരിക്കുന്ന റിവാർഡ് സിസ്റ്റം. അപ്പോൾ ഈ മൊത്തം റിവാർഡ് സിസ്റ്റത്തെ അങ്ങ് ഈ ഡ്രഗ് ഓവർഡോസ് കൊണ്ട് ഹൈജാക്ക് ചെയ്യപ്പെടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമുക്ക് അതിൽ ശരിക്കും അറിയേണ്ടത് ഡോപ്പമിൻ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ പറ്റിയാണ്. ഈ ഡോപ്പമിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മളെ പ്ലഷർ ഹോർമോണാണ്. അതായത് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുമ്പോൾ ഈ വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയ. അത് നമുക്ക് ബ്രെയിനിനെ പറ്റി അടുത്ത പാട്ടിൽ വിശദമായി സംസാരിക്കുന്നുണ്ട് അതിനെപ്പറ്റി. വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയ ഇൻ ദ മിഡ് ബ്രെയിൻ, ഇപ്പോൾ അത് ആലോചിച്ചാൽ മതി, അത് കൂടുതലൊന്നും ആലോചിക്കാനില്ല. അതിൽ നിന്ന് ലിംബിക് സിസ്റ്റത്തിലേക്കാണ് ഈ ഡോപ്പമിൻ്റെ നാച്ചുറൽ പാത്വേ. അപ്പോൾ ഈ ഇതൊക്കെ ഉണ്ടല്ലോ, പാർക്കിൻസൺ ഡിസീസസ് ഒക്കെ ഈ വഴി ഇതൊക്കെ റിലേറ്റഡ് ആണ്. പാർക്കിൻസൺ ഡിസീസ് അറിയാമല്ലോ, നമ്മളെ ബോക്സർ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ബോക്സർ എല്ലാവർക്കും അറിയാം. അയാൾക്ക് പാർക്കിൻസൺ ഡിസീസ് ഉണ്ടായിരുന്നു. ഈ ഡോപ്പമിൻ്റെ എഫക്റ്റാണ്. അതായത് നാച്ചുറൽ ഡോപ്പ് സിസ്റ്റം ഇല്ല. അത് പോട്ടെ, നമ്മളിപ്പോൾ ഡ്രഗ്സിനെ പറ്റി പറയാം. അപ്പോൾ ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയ ഇൻ ദ മിഡ് ബ്രെയിൻ ടു ലിംബിക് സിസ്റ്റം. ഇതാണ് അതിൻ്റെ നാച്ചുറൽ പാത്വേ. ഈ ഡോപ്പമിൻ എന്താണെന്ന് വെച്ചാൽ സെൽസ് എന്ന് പറഞ്ഞാൽ നെർവ് സെൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് വഴിയാണ്. അപ്പോൾ ഈ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. നമ്മളെ ബ്രെയിനിൽ ഏകദേശം 60ഓളം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, 60-ലധികം. അതിൽ മെയിനായിട്ട് വരുന്നത് നോറെപ്പിനെഫ്രിൻ, സെറട്ടോണിൻ, ഡോപ്പമിൻ, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളെ മെയിൻ കൺസിഡറേഷൻ ഇവിടെ ഡോപ്പമിനാണ്. ഈ പ്ലഷറബിൾ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്താണ് ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യപ്പെടുന്നത്. അത് ഈ നെർവ് ടെർമിനലിൻ്റെ എൻഡിങ്ങിൽ, ഈ നെർവ് ടെർമിനൽ ജംഗ്ഷനിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ഉണ്ടാവും, അതിലേക്കാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുമ്പോൾ സിനാപ്റ്റിക് വെസിക്കിൾസ് നിന്ന് ഒരു നെർവ് ടെർമിനൽ നിന്ന് മറ്റേ നെർവ് ടെർമിനലിലേക്ക് റിലീസ് ചെയ്യപ്പെടും ഡോപ്പമിൻ. അപ്പോൾ എന്നിട്ട് ആ ഡോപ്പമിൻ പോയിട്ട് അടുത്ത നെർവ് ടെർമിനലിൻ്റെ റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോഴാണ് നമ്മളെ സ്റ്റിമുലേ ഉണ്ടാകുന്നത്, നമ്മളെ ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അപ്പോൾ ഈ ബാക്കിയുള്ള ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ തിരിച്ച് പഴയ, അതായത് റിലീസ് ചെയ്യപ്പെടുന്ന അതേ നെർവ് ടെർമിനലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും ഡോപ്പമിൻ ട്രാൻസ്പോർട്ടർ വഴി. അപ്പോൾ ഈ ഡ്രഗ്സ് എന്താ ചെയ്യുന്നത്, ഈ ഡോപ്പമിൻ ട്രാൻസ്പോർട്ടറിനെ ബ്ലോക്ക് ചെയ്ത് ഡോപ്പമിനെ അവിടെ തന്നെ സിനാപ്റ്റിക് ക്ലഫിൽ തന്നെ അക്യുമുലേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മൾക്ക് കാണാം 24 മണിക്കൂർ യൂഫോറിയ, അങ്ങനത്തെ കാര്യങ്ങൾ. കിളിപോയി എന്ന് പറയല്ലേ, അതുപോലെയാവും. ഈ ഓരോ ഡ്രഗ് ഓരോ തരത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ നോർമൽ റിവാർഡ് സിസ്റ്റം മൊത്തം അങ്ങ് ഡിസ്റപ്റ്റ് ആവും. അപ്പോൾ മൊത്തത്തിൽ പിന്നെ ഡ്രഗ്സ് വേണം എന്ന് പറഞ്ഞ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവും. ഈ ഡ്രഗ്സ് എന്ന് പോരാ, ഹൈ ഡോസ് വേണ്ടി വരും. ഹൈ ഡോസിൽ നിന്ന് ഹൈ ഡോസിലേക്ക് പോകും, പിന്നെ ആകെ ജീവിതം തന്നെ അവതാളത്തിലാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്, മനസ്സിലാവും.